قال الله تعالى في القرآن المجيد: أعوذ بالله من الشيطان الرجيم. وعد الله المؤمنين والمؤمنات جنات تجري من تحتها الأنهار خالدين فيها ومساكن طيبة في جنات عدن ورضوان من الله أكبر ذلك هو الفوز العظيم. صدق الله العظيم. ഏറെ ആദരണീയരായ സത്യവിശ്വാസികളെ, സത്യവിശ്വാസിനികളെ, നമ്മുടെ എല്ലാം സൃഷ്ടാവും നിയന്താവും രക്ഷിതാവും സംരക്ഷകനും ആയിട്ടുള്ള അല്ലാഹു സുബ്ഹാനഹു തആല കൽപ്പിച്ചതനുസരിച്ച് ജീവിതത്തിൻ്റെ എല്ലാ ഓരോ സന്ദർഭങ്ങളിലും തഖ്വ ഉള്ളവരായിരിക്കുവാൻ പരമാവധി പരിശ്രമിക്കണമെന്ന് ആദ്യമേ തന്നെ വസിയ്യത്ത് ചെയ്യുകയാണ്. അല്ലാഹു സുബ്ഹാനഹു തആല നമ്മെല്ലാവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. സത്യവിശ്വാസികളായ നമുക്ക് അല്ലാഹു തആല വാഗ്ദാനം ചെയ്തിട്ടുള്ളതാണ് മഹത്തായ സ്വർഗം. വഅദല്ലാഹുൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത്. അല്ലാഹു സത്യവിശ്വാസികൾക്കും സത്യവിശ്വാസിനികൾക്കും വാഅദ ചെയ്തിരിക്കുന്നു. ജന്നാത്തിൻ തജ്രി മിൻ തഹ്തിഹൽ അൻഹാർ, താഴ്ഭാഗത്തുകൂടെ അരുവികൾ ഒഴുകുന്ന സ്വർഗം. ഖാലിദീന ഫീഹാ, അതിൽ അവർ നിത്യവാസികളായിരിക്കും. വമസാകിന ത്വയ്യിബത്തൻ ഫീ ജന്നാത്തി അദിൻ, ആ നിത്യ സ്വർഗത്തിൽ അവർക്ക് ഒരു ഭവനമുണ്ട്, ഒരു വീടുണ്ട്. വറിദ്വാനും മിനല്ലാഹി അക്ബർ, അള്ളാഹുവിൻ്റെ റിളയാണ്, തൃപ്തിയാണ് ഏറ്റവും വലുത്. ദാലിക ഹുവൽ ഫൗസുൽ അളീം, അത് മഹത്തരമായ വിജയമാകുന്നു. നമ്മുടെയൊക്കെ സങ്കല്പങ്ങൾക്കെല്ലാം അപ്പുറത്ത്, എന്നാൽ നമ്മുടെ എല്ലാവരുടെയും പ്രതീക്ഷയും പ്രചോദനവും യഥാർത്ഥത്തിൽ ഈ ലോകത്തിൻ്റെ സൃഷ്ടിപ്പിൻ്റെയും ഇതിലെ പ്രവർത്തനങ്ങളുടെയും ഒക്കെ നീതി പൂർത്തിയാകുന്ന അതിൻ്റെ അനിവാര്യത, ഇതൊക്കെയാണ് ജന്നാത്തുൽ ഫിർദൗസ്, സ്വർഗം. അതിൽ തന്നെ വ്യത്യസ്തമായ പദവികളും സ്ഥാനങ്ങളുമൊക്കെ ഉണ്ട്. അതിലേറ്റവും വലിയ സ്ഥാനം ജന്നാത്തുൽ ഫിർദൗസ്. നമ്മളതാണ് ആഗ്രഹിക്കുന്നത്, അതിനുവേണ്ടിയാണ് പ്രാർത്ഥിക്കുന്നത്, അതിനുവേണ്ടിയാണ് പ്രവർത്തിക്കുന്നത്. അള്ളാഹു അത് നമുക്ക് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ആരാണ് സ്വർഗത്തിലെത്തുക, ആരാണ് സ്വർഗത്തിലെത്താതിരിക്കുക എന്ന് പറയേണ്ടത് സ്വർഗത്തിൻ്റെ അധിപനാണ്. മാലിക് യൗമിദ്ദീൻ, പ്രതിഫല ദിവസത്തിൻ്റെ ഉടമസ്ഥൻ. ഏതാണ് ആ പ്രതിഫല ദിവസം? യൗമ ലാ തംലികു നഫ്സുൻ ലിനഫ്സിൻ ഷൈആ വൽ അംറു യൗമഇദിൻ ലില്ലാഹ്. അന്ന് ഒരാളും വേറൊരാൾക്കും പ്രയോജനപ്പെടാത്ത, യാതൊരു തരത്തിലുള്ള ശുപാർശയും സാധ്യമാകാത്ത, ഒരനീതിയും നടപ്പിലാവാത്ത, അല്ലാഹു തആലയുടെ കൽപ്പന മാത്രം നടക്കുന്ന, അതുമാത്രം നമുക്ക് കാണാൻ കഴിയുന്ന ഒരു ദിവസമാണ് യൗമുദ്ദീൻ എന്ന് പറയുന്നത്. ആ പ്രതിഫല ദിവസത്തിന്റെ ഉടമസ്ഥനാണ് അല്ലാഹു സുബ്ഹാനഹു തആല. ആ അല്ലാഹു ആണ് ആർക്കാണ് സ്വർഗം ലഭിക്കുക എന്ന് പറയുക. വല്ലദീന ആമനൂ വഅമലുസ് സ്വാലിഹാത്തി ഉലൈക അസ്ഹാബുൽ ജന്ന ഹും ഫീഹാ ഖാലിദൂൻ. പരിശുദ്ധ ഖുർആനിൽ സൂറത്തുൽ ബഖറയിൽ അല്ലാഹു പറയാണ്, വല്ലദീന ആമനൂ, വിശ്വസിച്ച ആളുകൾ, വഅമലുസ് സ്വാലിഹാത്ത്, അതേ തുടർന്ന് സൽക്കർമ്മങ്ങൾ പ്രവർത്തിച്ച ആളുകൾ, ഉലൈക അസ്ഹാബുൽ ജന്ന, അവരാകുന്നു സ്വർഗത്തിന്റെ അവകാശികൾ, അതിൻ്റെ ആളുകൾ. ഹും ഫീഹാ ഖാലിദൂൻ, അവരതിൽ നിത്യരായിരിക്കും. മടുപ്പുണ്ടാവുകയില്ല, അതിൽ നിന്ന് ഒഴിഞ്ഞു പോരേണ്ടതില്ല, എല്ലാ കാലവും അതിൽ തന്നെ.
വമൻ യത്ബഅ ഗൈറൽ ഇസ്ലാമി ദീനൻ ഫലൻ യുഖ്ബല മിൻഹു വഹുവ ഫിൽ ആഖിറതി മിനൽ ഖാസിരീൻ. സൂറ ആൽ ഇംറാനിൽ അല്ലാഹു പറയാണ്, അള്ളാഹുവിനുള്ള സമർപ്പണം അഥവാ ഇസ്ലാം അല്ലാത്തതിനെ ആരെങ്കിലും തൻ്റെ ജീവിത വ്യവസ്ഥയായി ആഗ്രഹിക്കുന്ന പക്ഷം അത് അവനിൽ നിന്ന് സ്വീകരിക്കപ്പെടുകയില്ല. പരലോകത്തിൽ അവൻ നഷ്ടക്കാരിൽപ്പെട്ടവനായിരിക്കും. അവന് മരണാനന്തര ജീവിതത്തിൽ നഷ്ടമാണ് ഉണ്ടാവുക. വമൻ യഅ്മൽ മിനസ്വാലിഹാതി മിൻ ദക്കരിൻ ഔ ഉൻസാ വഹുവ മുഅ്മിൻ ഫഉലൈക യദ്ഖുലൂനൽ ജന്നത വലാ യുദ്ലമൂന നഖീറ. ആണാവട്ടെ പെണ്ണാവട്ടെ, ആരാണോ സത്യവിശ്വാസിയായിക്കൊണ്ട് മുഅ്മിനായിക്കൊണ്ട് സൽപ്രവൃത്തികൾ ചെയ്യുന്നത് അവർ സ്വർഗത്തിൽ പ്രവേശിക്കപ്പെടും. അവരോട് ഒട്ടുമേ തന്നെ അനീതി കാണിക്കപ്പെടുകയില്ല. സൂറത്ത് നിസായിലാണ് അള്ളാഹു ഇത് വ്യക്തമാക്കിയത്. സൂറ ഇസ്രായിൽ അള്ളാഹു പറയുന്നുണ്ട്, വമൻ അറാദൽ ആഖിറത വസഅ ലഹാ സഅയഹാ വഹുവ മുഅ്മിൻ ഫഉലൈക കാന സഅയുഹും മശ്കൂറാ. ആരെങ്കിലും പരലോകം ഉദ്ദേശിക്കുകയും എന്നിട്ട് സത്യവിശ്വാസിയായിക്കൊണ്ട് അതിനുവേണ്ടി അതിൻ്റെതായ പരിശ്രമം നടത്തുകയും ചെയ്യുന്ന പക്ഷം അത്തരക്കാരുടെ പരിശ്രമം അള്ളാഹു പരിഗണിക്കും. അത് അവർക്ക് പ്രതിഫലാർഹമായി തീരും. അപ്പൊ ആർക്കാണ് പരലോകത്ത് വിജയമുണ്ടാവുക എന്നതിൽ ഒരു തർക്കത്തിനിടയില്ലാത്ത വിധം, ഒരു സന്ദേഹത്തിനും സാധ്യതയില്ലാത്ത വിധം അള്ളാഹു സുബ്ഹാനഹു തആല പറഞ്ഞ ആയത്തുകളെല്ലാം ഇവിടെ അവതരിപ്പിക്കണമെങ്കിൽ ഒരുപാട് സമയം വേണ്ടി വരും. ഞാൻ ചില സാമ്പിളുകൾ മാത്രം നമ്മുടെ ശ്രദ്ധയിലേക്ക് കൊണ്ടുവന്നതാണ്. ഇങ്ങനെ പരിശുദ്ധ ഖുർആൻ വ്യക്തമായിട്ട് പറയാണ്, മുഅ്മിനീങ്ങൾക്കുള്ളതാണ് സ്വർഗം. മുഅ്മിനീങ്ങളാവുകയും അള്ളാഹുവിനോട് സ്വാലിഹായ അമലുകൾ ചെയ്യുകയും ചെയ്യുന്നവർക്കുള്ളതാണ് സ്വർഗം. അപ്പൊ ഇങ്ങനെ ഖുർആൻ പറയുമ്പോൾ ഇതൊരു വംശീയമായ വർത്തമാനമല്ലേ? അങ്ങനെ ഒരു കൂട്ടർക്ക് മാത്രം സ്വർഗം എന്ന് പറയുന്നത് അല്ല. ഇതൊരു വസ്തുതയുള്ള വർത്തമാനമാണ്. ഇത് വംശീയതയുടെ വർത്തമാനമല്ല, ഇത് വസ്തുതയുള്ള വർത്തമാനമാണ്. ഇതാണ് സത്യം. കാരണം എല്ലാം ഒന്നാവുകയില്ല, എല്ലാം ഒരുപോലെയല്ല. കോഴിക്കോട്ട് നിന്ന് മംഗലാപുരത്തേക്ക് പോകേണ്ട ആളുകൾ വടക്കോട്ടുള്ള ട്രെയിനിലാണ് കയറേണ്ടത്. ഷൊർണൂരിലേക്ക് പോകേണ്ട ആളുകൾ തെക്കോട്ടുള്ള ട്രെയിനിലാണ് കയറേണ്ടത്. ഇഷ്ടമുള്ള ട്രെയിനിൽ കയറാം. അത് ഓരോരുത്തരുടെയും തിരഞ്ഞെടുക്കാനുള്ള സ്വാതന്ത്ര്യം, എങ്ങോട്ട് പോകണം എന്നൊക്കെ ഉള്ളത് അവർക്ക് തീരുമാനിക്കാം. വടക്കോട്ട് ട്രെയിനിൽ കയറാനിരിക്കുന്ന ആളോട് തെക്കോട്ട് ട്രെയിനിൽ കയറാനിരിക്കുന്ന ആളുകൾക്ക് ശത്രുതയൊന്നും ഉണ്ടാവേണ്ടതില്ല. പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും ലോഹ്യം പറയാം, ഒന്നിച്ച് ചായ കുടിക്കുകയൊക്കെ ചെയ്യാം. പക്ഷെ വടക്കോട്ട് ട്രെയിനിൽ കയറുന്ന ആളും തെക്കോട്ട് ട്രെയിനിൽ കയറുന്ന ആളും ഒടുവിൽ ഒരിടത്താണ് എത്തുക എന്ന് പറഞ്ഞാൽ അതിൽ പരം അർത്ഥശൂന്യത മറ്റെന്താണുള്ളത്? അതിനേക്കാൾ വലിയ കബളിപ്പിക്കൽ എന്താണുള്ളത്? അപ്പോൾ ഒരു ഭാഗത്ത് ഏകദൈവ വിശ്വാസം, മറ്റൊന്ന് ത്രിയേകത്വം. അള്ളാഹു മൂന്നിലൊരുവനാണ്. അള്ളാഹു പറയുന്നുണ്ട്, ആകാശഭൂമികളെ പിളർത്താൻ പര്യാപ്തമായ വലിയൊരു കള്ളമാണ്, വ്യാജമാണത് എന്നാണ് പറയുന്നത് അതിനെക്കുറിച്ച്. ത്രിയേകത്വം. മറ്റൊന്ന് ബഹുദൈവ വിശ്വാസം. ഇനി ഇതെല്ലാം അന്ധവിശ്വാസമാണ് എന്ന് കരുതിയിട്ട് ഒരു വിശ്വാസവുമില്ല എന്നുള്ള വിശ്വാസം, അതൊരു വിശ്വാസമാണ്. പക്ഷെ അവര് വിശ്വാസം എന്ന് പറയില്ല എന്ന് മാത്രമേ ഉള്ളൂ. ഇതെല്ലാം കൂടി എങ്ങനെയാണ് ഒന്നായി തീരുക? അതൊന്നാവുക സാധ്യമേ അല്ല. അത് ഓരോന്നിനും ഓരോന്നിൻ്റെതായ ഫലമുണ്ടാകും. അപ്പോൾ അള്ളാഹുവിൽ വിശ്വസിക്കുകയും പരലോകത്തേക്ക് വേണ്ടി പണിയെടുക്കുകയും ചെയ്യുന്ന മുഅ്മിനീങ്ങൾക്കുള്ള വാഗ്ദത്തമാണ് സ്വർഗം എന്ന് പറയുന്നത്. ഇത് സങ്കുചിതത്വമല്ലേ എന്ന് ചോദിക്കുകയാണ്. അല്ല, ഇത് സങ്കുചിതത്വമാകുമായിരുന്നു. എങ്ങനെയാണെങ്കിൽ ഇതിന്റെ കൂട്ടത്തിൽ ചേരാൻ ഇനി ഒരാൾക്കും സാധ്യമല്ലാത്ത വിധം സ്വർഗത്തിലേക്കുള്ള വഴി, സ്വർഗത്തിലേക്കുള്ള വാഹനത്തിന്റെ വാതിൽ അടച്ചതിന് ശേഷമാണ് പറയുന്നതെങ്കിൽ ഇത് സങ്കുചിതത്വമാകുമായിരുന്നു. എന്നാൽ അങ്ങനെയല്ല. ഇതിനകത്തേക്ക് നിങ്ങൾ പ്രവേശിക്കണം, കാരണം ഇത് വിജയത്തിലേക്കുള്ള വാഹനമാണ്, ഇത് സിറാത്തുൽ മുസ്തഖീമാണ്.
വരൂ. വല്ലാഹു യദഊ ഇലാ ദാരിസ്സലാം. നിങ്ങളുടെയും ഞങ്ങളുടെയും അല്ല, നമ്മുടെ എല്ലാം അല്ലാഹു ഈ സമാധാനത്തിന്റെ ഭവനത്തിലേക്ക് നിങ്ങളെ ക്ഷണിക്കുകയാണ്. വരൂ. അപ്പോൾ ആർക്കും പ്രവേശനമില്ലാതെ വാതിലുകൾ കൊട്ടിയടച്ച് ഞങ്ങൾ മാത്രമാണ് രക്ഷപ്പെടുക എന്ന് പറയായിരുന്നെങ്കിൽ ഇത് സങ്കുചിതമാകുമായിരുന്നു. അങ്ങനെയല്ല. ഇതാ നിങ്ങളോട് വളരെ സമാധാനപൂർവ്വം തുറന്നു പറയാണ്, നിങ്ങൾ ഈ വാഹനത്തിൽ കയറിക്കൊള്ളൂ. ഇതാണ് വിജയത്തിന്റെ ഏക മാർഗം, ഏക വഴി. അതല്ല ഇക്റാഹ ഫിദ്ദീൻ, നിങ്ങൾ ആരെയും നിർബന്ധിക്കുകയില്ല. അള്ളാഹു നൽകിയിട്ടുള്ള വിവേചന സ്വാതന്ത്ര്യവും അതിനുള്ള അവകാശവും ഒക്കെ വകവെച്ചു തരുന്നതാണ്. നിങ്ങളോടുള്ള സ്നേഹത്തിന്, നിങ്ങളോടുള്ള സൗഹാർദ്ദത്തിന് യാതൊരു തരത്തിലും കോട്ടം സംഭവിക്കുകയില്ലെന്ന് മാത്രമല്ല, നിങ്ങളോടുള്ള സ്നേഹവും സൗഹാർദ്ദവും പോലും ഈ സിറാത്തുൽ മുസ്തഖീമിന്റെ വഴിയിൽ പ്രവേശിച്ചവന്റെ നിർബന്ധ ബാധ്യതയാണ്. അതുകൊണ്ട് ഇത് സങ്കുചിതത്വമല്ല. അപ്പോൾ പിന്നെ ഈ ഒരു ബഹുമത സമൂഹത്തിൽ, ബഹുസ്വര സമൂഹത്തിൽ ഇങ്ങനെയൊക്കെ പറയാൻ പാടുണ്ടോ? സഹോദരന്മാരെ, ഈ ബഹുസ്വരത എന്ന് പറയുന്നത് ഇതുകൂടിയാണ്. ബഹുസ്വരത എന്ന് പറയുമ്പോൾ ഏതെങ്കിലും ഒരു സ്വരം ഇല്ലാതാവുകയല്ലല്ലോ, അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു പ്രത്യേകമായ സ്വരം മാത്രം കേൾക്കാനുള്ള സാഹചര്യം ഉണ്ടാവുന്നതിനെ ബഹുസ്വരത എന്ന് പറയുകയില്ലല്ലോ. ഏകനായ അല്ലാഹുവിൽ വിശ്വസിക്കുകയും അവന് ജീവിതത്തെ സമർപ്പിക്കുകയും ആ ജീവിത സമർപ്പണം എவ்விധമാകണമെന്ന് അവൻ അയച്ചു തന്ന തിരുദൂതരുടെ മാതൃക പിൻപറ്റി ജീവിക്കുകയും ചെയ്തെങ്കിലേ വിജയിക്കൂ എന്ന് വിശ്വസിക്കാനും അത് പ്രചരിപ്പിക്കാനും അത് അനുഷ്ഠിക്കാനും ഒക്കെ കഴിയുന്ന ഒരവസ്ഥ ആ സ്വരം കൂടി ഉള്ളപ്പോഴാണല്ലോ ബഹുസ്വരത എന്ന് പറയുന്നൊരു സംഗതി തന്നെ നിലനിൽക്കുകയുള്ളൂ. അതുകൊണ്ട് ഇത് ബഹുസ്വരതക്കെതിരല്ല, ഇതും കൂടിയാണ് ബഹുസ്വരതയുടെ പൂർണ്ണതയുടെ ഭാഗം. വഖുലിൽ ഹഖ്ഖു മിർ റബ്ബിക്കും ഫമൻ ശാഅ ഫൽയുഅ്മിൻ വമൻ ശാഅ ഫൽയക്ഫുർ. എന്താണ് പറയുക? അല്ലാഹുവിൽ നിന്നുള്ള ഹഖാണിത്. ഇത് നമ്മൾ നമ്മുടെ ഒരു ഭാവനക്കനുസരിച്ച് ഡിസൈൻ ചെയ്തതല്ല. ഇതിങ്ങനെയൊക്കെ പറഞ്ഞാൽ എങ്ങനെ ഉണ്ടാകും, ഇങ്ങനെയൊക്കെ പറഞ്ഞാൽ അതിന്റെ സൗകര്യം എത്രത്തോളം ഉണ്ടാകും എന്നൊന്നും വിചാരിച്ച് നമ്മൾ ഉണ്ടാക്കിയതല്ല. ഇത് അള്ളാഹുവിൽ നിന്നുള്ള ഹക്കാണ്. ഇനി ഈ ഹക്കാണ് എന്ന് പറഞ്ഞതിന് ശേഷവും നിങ്ങൾക്ക് ഇഷ്ടമുള്ള ആളുകൾക്ക് വിശ്വസിക്കാം, അല്ലാത്ത ആളുകൾക്ക് അവിശ്വസിക്കാം. ഇതിനൊക്കെയുള്ള സ്വാതന്ത്ര്യം അള്ളാഹു സുബ്ഹാനഹു വ തആല തന്നെ വകവെച്ച് തരുന്നുണ്ട്. ഇനി നിങ്ങൾക്ക് ഇന്ന 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 ആളുകളൊക്കെ സ്വർഗത്തിലാണോ, ഇന്ന ഇന്ന ആളുകളൊക്കെ നരകത്തിലാണോ എന്നാണെങ്കിൽ ഖാല ഇൽമുഹാ ഇൻദ റബ്ബി ഫീ കിതാബിൻ ലാ യദില്ലു റബ്ബി വലാ യൻസാ. എന്താണ് മൂസ കഴിഞ്ഞു പോയവരെ കുറിച്ച് നിനക്ക് പറയാനുള്ളത്? ഇത് പണ്ട് ഫിർഔൻ ചോദിച്ച ചോദ്യമാണ്. അള്ളാഹുവിലേക്കുള്ള ക്ഷണവുമായിട്ട് ഫിർഔനിന്റെ അടുത്ത് ആ കൊട്ടാരത്തിൽ ചെന്നപ്പോ മൂസ അലൈഹിസ്സലാമിനോട് ചോദിച്ച ചോദ്യമാണ്. ഈ ചോദ്യത്തിന്റെ അർത്ഥം എന്താണ്? ഈ ചോദ്യത്തിനൊരു അർത്ഥമുണ്ട്, ഇതിനൊരു ഉദ്ദേശമുണ്ട്. എന്താണ് ആ ഉദ്ദേശം? അള്ളാഹുവിന്റെ ദീനിലേക്ക് പ്രബോധനം ചെയ്യുന്ന മൂസ അലൈഹിസ്സലാമക്കെതിരെ ആ കൊട്ടാരത്തിലും പരിസരത്തും ആ രാജ്യത്തുമുള്ള ആളുകളെ ഇളക്കി വിടാൻ വേണ്ടിയുള്ള ഒരു ചോദ്യമാണത്. കഴിഞ്ഞു പോയവരെ കുറിച്ച് എന്റെ അഭിപ്രായം എന്താ? അത് മോശ എന്ന് പറഞ്ഞാൽ കണ്ടില്ലേ നിങ്ങളുടെ പൂർവികര് മോശ എന്ന് പറയുന്ന ആളാണിത് എന്ന് പറയാം. അല്ല, അവര് നന്നായിരുന്നു എന്ന് പറഞ്ഞാൽ പിന്നെന്തിനാണ് നിന്റെ ദീൻ എന്ന് ചോദിക്കാം. ഇത് വലിയ ഉദ്ദേശം വെച്ചുകൊണ്ടാണെന്ന് ഫിർഔൻ ചോദിച്ചത്. അതേ ചോദ്യം ആധുനിക സമൂഹത്തിലും ആവർത്തിക്കപ്പെടുന്നുണ്ടെങ്കിൽ മൂസാ നബി പറഞ്ഞ മറുപടിയെ നമുക്കുള്ളൂ. എന്താണത്? അദ്ദേഹം പറഞ്ഞു, അവരെ സംബന്ധിച്ചുള്ള അറിവ് എന്റെ രക്ഷിതാവിന്റെ അടുത്താണ് ഉള്ളത്. അതെന്റെ രക്ഷിതാവിന്റെ അടുത്തൊരു രേഖയിലുണ്ട്. ആ രക്ഷിതാവ് പിഴച്ചു പോവുകയില്ല, അവൻ മറന്നു പോവുകയില്ല. കൃത്യമായിട്ടുണ്ടാകും ആ രേഖ. അതുകൊണ്ട് ആളുകളുടെ പേരെടുത്ത് പറഞ്ഞ് ഇന്ന ആള് സ്വർഗത്തില് നരകത്തില് എന്ന് പറയാൻ, അങ്ങനെ പറയാൻ ആവശ്യപ്പെടുന്നത് തന്നെ യഥാർത്ഥത്തിൽ എന്തിനാന്ന് ചോദിച്ചാൽ ഈ ഉദ്ദേശം വെച്ചുകൊണ്ടാണ്. മൂസ അലൈഹിസ്സലാം പറഞ്ഞു, അതൊക്കെ അള്ളാന്റെ അടുത്ത് വളരെ കൃത്യമായിട്ടുള്ള വിവരമാണ്. അല്ലാഹു തആല അതൊന്നും മറന്നു പോകുന്നവനല്ല, പിഴച്ചു പോകുന്നവനല്ല എന്ന് മറുപടി പറയുകയാണ് മൂസ അലൈഹിസ്സലാം ചെയ്തത് എന്ന് പരിശുദ്ധ ഖുർആൻ തന്നെയാണ് നമുക്ക് പഠിപ്പിച്ചു തരുന്നത്. നിങ്ങൾ ആലോചിച്ച് നോക്കൂ, ഒരു അധ്യാപകൻ വന്നിട്ട് ക്ലാസ്സിലുള്ള കുട്ടികളോട് പറയാണ്,
പരീക്ഷ വരുന്നുണ്ട്, ഇന്ന ഇന്ന പാഠം പഠിച്ചാലേ നിങ്ങൾ ജയിക്കും, ഇന്ന ഇന്ന പാഠങ്ങൾ നിർബന്ധമായും പരീക്ഷയിൽ ചോദ്യമായിട്ട് വരും, ഇത് പഠിച്ചാലേ നിങ്ങൾ വിജയിക്കും. വേറെ ഒരു അധ്യാപകൻ വന്നിട്ട് ക്ലാസ് എന്ന് പറയാണ്, നിങ്ങൾ പഠിച്ചാലും ജയിക്കും, പഠിച്ചില്ലെങ്കിലും ജയിക്കും, നിങ്ങൾ ക്ലാസ്സിൽ വന്നാലും ജയിക്കും, വന്നില്ലെങ്കിലും ജയിക്കും. എന്നിട്ട് ഈ അധ്യാപകൻ പറയും, എനിക്ക് ക്ലാസ്സിൽ എല്ലാ മക്കളോടും നല്ല ഇഷ്ടമാണ്, പഠിക്കുന്ന കുട്ടികളോടും ഇഷ്ടമാണ്, പഠിക്കാത്ത കുട്ടികളോടും ഇഷ്ടമാണ് എന്ന് പറഞ്ഞാൽ ആ അധ്യാപകനാണോ യഥാർത്ഥത്തിൽ നല്ല അധ്യാപകൻ? അതല്ലെങ്കിൽ കുട്ടികളെ നിർബന്ധമായിട്ടും ക്ലാസ്സിൽ പങ്കെടുക്കണം, ഇവിടുത്തെ ചിട്ടകൾ പാലിക്കണം, അറ്റൻഡൻസ് ഉണ്ടാകണം, നിങ്ങളുടെ പാഠങ്ങൾ തീർക്കണം, പഠിക്കണം എന്ന് പറയുന്ന ആളാണോ നല്ല അധ്യാപകൻ? ഏത് അധ്യാപകനാ കുട്ടികളോട് സ്നേഹം? ഒരു യാത്രാ ഗൈഡ് തൻ്റെ യാത്രികരോട് പറയാണ്, നിങ്ങളുടെ കയ്യിൽ പാസ്പോർട്ട് ഉണ്ടെങ്കിലേ നിങ്ങൾക്ക് എമിഗ്രേഷൻ കഴിഞ്ഞ് വിമാനത്തിൽ കയറി പോകാൻ പറ്റുള്ളൂ, അതുകൊണ്ട് നിർബന്ധമായും നിങ്ങൾ പാസ്പോർട്ട് എടുക്കണം. അപ്പോൾ ഒരാൾ പറയാം, എനിക്ക് പാസ്പോർട്ട് എടുക്കാൻ സൗകര്യമില്ല, അത് ഞാൻ എടുക്കൂല. ആ കുഴപ്പമില്ല, നിങ്ങൾക്കും പോകാം എന്ന് പറയുന്ന ആളാണോ നല്ല ഗൈഡ്? അപ്പോൾ ഒരാൾ അയാളുടെ ലഗേജ് നിറച്ചും പലവിധ സാധനങ്ങളുമായിട്ടാണ് വന്നിട്ടുള്ളത്. വളരെ മനോഹരമായ ആകർഷകമായ ഒരുപാട് ഐറ്റംസ് കൂടെ കൊണ്ടുവന്നിരിക്കുന്നു. പക്ഷെ ആ പുസ്തകം മാത്രം എടുത്തിട്ടില്ല. അപ്പൊ ഇയാൾ എമിഗ്രേഷനിൽ പോയിട്ട് പറയാണ്, ഞാൻ എന്തെല്ലാം കൊണ്ടുവന്നിരിക്കുന്നു, എത്ര മനോഹരമായ സാധനങ്ങളാണ് എൻ്റെ കൈ നിറയെ ഉള്ളത്, എന്നിട്ട് നിങ്ങൾ ആ ഒരു ചെറിയ പുസ്തകത്തിന് വേണ്ടി മാത്രം വാശി പിടിക്കുന്നത് ശരിയല്ല എന്ന് പറഞ്ഞാലോ? യാത്രാരേഖകളില്ലാതെ യാത്ര പൂർത്തീകരിക്കാൻ കഴിയില്ലെന്ന് അറിയാൻ സാമാന്യ ബുദ്ധി പോരെ? അപ്പോൾ തൻ്റെ കൂടെയുള്ളവരോട് യാത്രാരേഖകൾ കൃത്യമായി തന്നെ കൈവശം വെക്കണം എന്ന് പഠിപ്പിച്ചു കൊടുക്കുന്നയാൾക്കല്ലേ തൻ്റെ കൂടെയുള്ളവരോട്, സഹയാത്രികരോട് സ്നേഹമുള്ളത്? ആരുടെ തൃപ്തിക്ക് വേണ്ടിയാണ് നമ്മൾ നിലകൊള്ളുന്നത്? നമ്മൾ ആരെ തൃപ്തിപ്പെടുത്താൻ വേണ്ടിയാണ് ജീവിക്കേണ്ടത് ഈ ഭൂമിയിൽ? ഒരു സത്യത്തോട്, ഒരു വസ്തുതയോട് നമുക്കുണ്ടാകേണ്ടുന്ന ബന്ധം എന്താണ് എന്നതിനൊക്കെ അനുസരിച്ചാണ് ജീവിതത്തിൽ ഓരോരുത്തരുടെയും നിലപാടുകൾ രൂപപ്പെടുത്തപ്പെടുക. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഒരിക്കല് ഇങ്ങനെ ഒരു വര വരച്ചു, എന്നിട്ട് അപ്പുറത്തും ഇപ്പുറത്തും വേറെ വരകളും വരച്ചു. എന്നിട്ട് മധ്യത്തിലുള്ള വരയിൽ കൈവച്ചിട്ട് പറഞ്ഞു, ഹാദാ സബീലുല്ലാഹ്, ഇത് അള്ളാഹുവിലേക്കുള്ള വഴിയാകുന്നു, ഇതാകുന്നു യഥാർത്ഥത്തിലുള്ള മാർഗമെന്ന്. അതിനുശേഷം റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം സൂറത്തുൽ അൻആമിലെ 153-ാമത്തെ ആയത്ത് അവരെ ഓതി കേൾപ്പിച്ചു. വഅന്ന ഹാദാ സിറാത്തി മുസ്തഖീമൻ ഫത്തബിഉ വലാ തത്തബിഉ സുബുൽ ഫതഫറഖ ബികും അൻ സബീലിഹി ദാലികും വസ്സാകും ബിഹി ലഅല്ലകും തത്തഖൂൻ. ഇതത്രേ എൻ്റെ നേരായ പാത, ഈ പാത നിങ്ങൾ പിന്തുടരുക, മറ്റു മാർഗങ്ങൾ നിങ്ങൾ പിന്തുടരരുത്. അവയൊക്കെ അവന്റെ മാർഗത്തിൽ അഥവാ അള്ളാഹുവിന്റെ മാർഗത്തിൽ നിന്ന് നിങ്ങളെ ചെതറിച്ചു കളയും, തെറ്റിച്ചു കളയും. നിങ്ങൾ സൂക്ഷ്മത പാലിക്കാൻ വേണ്ടി നിങ്ങൾക്ക് നൽകിയിട്ടുള്ള ഉപദേശമാകുന്നു ഇത് എന്നാണ്. സിറാത്തുൽ മുസ്തഖീം എന്ന് പറഞ്ഞാൽ ഒരു നേർരേഖയാണ്. രേഖ എന്ന് പറഞ്ഞാൽ ഗണിതശാസ്ത്രത്തിൽ എന്താണ്? ഒരു ബിന്ദുവിൽ നിന്ന് മറ്റേ ബിന്ദുവിലേക്ക് എത്താനുള്ള ഏറ്റവും എളുപ്പമുള്ള മാർഗത്തിനാണ് രേഖ എന്ന് പറയുന്നത്. ഒരു ബിന്ദുവിൽ നിന്ന് അടുത്ത ബിന്ദുവിലേക്ക് ഒരുപാട് വരകൾ വരയ്ക്കാം, പക്ഷെ നേർരേഖ ഏതാണ്? അതൊറ്റൊന്നേ ഉണ്ടാവുകയുള്ളൂ. അത് ആ ബിന്ദുവിൽ നിന്ന് അടുത്ത ബിന്ദുവിലേക്കുള്ള ഏറ്റവും എളുപ്പമുള്ള വഴിയാണ്. അതാണ് നേർരേഖ എന്ന് പറയുന്നത്. അത് സിറാത്തുൽ മുസ്തഖീമാണ്. അതൊന്ന് മാത്രമേ ഉണ്ടാവുകയുള്ളൂ. ആ സിറാത്തുൽ മുസ്തഖീമിലേക്ക് നിങ്ങൾക്ക് ആർക്കും വരാം. അല്ല, നിങ്ങളെല്ലാവരും അതിലേക്ക് വരണം. സ്നേഹമുള്ള സഹജീവികളോട് അതാണല്ലോ നമ്മൾ പറഞ്ഞു കൊടുക്കേണ്ടത്. അതേ സമയത്ത് നമ്മൾ ചുറ്റുപാടുള്ള ആളുകളെ തൃപ്തിപ്പെടുത്താൻ, അവരുടെയൊക്കെ റിള ഉണ്ടാക്കാൻ വേണ്ടി നമ്മളിങ്ങനെ പലതും പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഇത് ഈ കാലത്തല്ല, ഇത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് വഹി ഇറങ്ങിയ കാലത്തും ചില കൂട്ടർ അങ്ങനെ ഉണ്ടായിരുന്നു. അപ്പൊ അല്ലാഹു തആല എന്താണ് അവരോട് പറഞ്ഞത്? വലൻ തർലാ അൻകൽ യഹൂദു വലൻ നസാറ ഹത്താ തത്തബിഅ മില്ലതഹും
ഖുൽ ഇന്ന ഹുദല്ലാഹി ഹുവൽ ഹുദാ വലഇൻ ഇത്തബഅത അഹ്വാഅഹും ബഅദ അല്ലദീ ജാഅക മിനൽ ഇൽം മാ ലക മിനല്ലാഹി മിൻ വലിയ്യിൻ വലാ നസീർ. അല്ലാഹു പറയാണ്, യഹൂദർക്കോ ക്രൈസ്തവർക്കോ ഒരിക്കലും നിന്നെപ്പറ്റി തൃപ്തി വരികയില്ല കേട്ടോ. നീ അവരുടെ തൃപ്തിക്ക് വേണ്ടിയാണ് എന്തെങ്കിലും പറയുന്നതെങ്കിൽ അവർക്ക് നിന്നോട് തൃപ്തി വരൂല. എന്താകുന്നത് വരെ? അവരുടെ മില്ലത്ത് നീ പിൻപറ്റുന്നത് വരെ. അവര് കാണിക്കുന്ന ഒരു മില്ലത്തുണ്ട്, അവരുടേതായ ഒരു ജീവിത രീതിയുണ്ട്, അവരുടേതായ ചില വിശ്വാസങ്ങളുണ്ട്, അവരുടേതായ ചില അനുഷ്ഠാനങ്ങളുണ്ട്, അവരുടേതായ ചില ജീവിത കാഴ്ചപ്പാടുകളുണ്ട്. അത് നീ സ്വീകരിക്കുന്നത് വരെ അവർക്ക് നിന്നോട് തൃപ്തി വരാൻ പോകുന്നില്ല. പിന്നെന്തിനാണ് ഇതിനെ ദുർവ്യാഖ്യാനിക്കുന്നത്? പിന്നെന്തിനാണ് ഒരു ഷഹാദത്തിനെ മറച്ചു വെക്കുന്നത്? ആളുകൾ എന്ത് കരുതുമെന്ന് വിചാരിച്ച്, ആളുകൾ മോശമാക്കുമെന്ന് വിചാരിച്ച്, ഞങ്ങളത് മാത്രമാണ് ശരി എന്ന് പറഞ്ഞാൽ എന്തോ പ്രശ്നമുണ്ടോ എന്ന് വിചാരിച്ചിട്ട് ശരിയായ ഒന്നിനെ വക്രീകരിക്കുന്നത് എന്തിനാണ്? എന്നിട്ട് അള്ളാഹു പറയാണ്, പറയുക, ഖുൽ പറയുക, ഇന്ന ഹുദല്ലാഹി ഹുവൽ ഹുദാ, അള്ളാഹുവിന്റെ മാർഗദർശനമുണ്ട്. ആ മാർഗദർശനമാകുന്നു യഥാർത്ഥത്തിൽ ഉള്ള മാർഗദർശനം. നിനക്ക് അറിവ് വന്നു കിട്ടിയതിനു ശേഷം അവരുടെ തന്നിഷ്ടങ്ങളെ നീ പിൻപറ്റിക്കഴിഞ്ഞാൽ അള്ളാഹുവിൽ നിന്ന് പിന്നെ നിന്നെ രക്ഷിക്കാൻ അല്ലെങ്കിൽ നിന്നെ സഹായിക്കാൻ ആരും ഉണ്ടാവുകയില്ല. അപ്പോൾ അള്ളാഹുവിൽ നിന്നുള്ള രേഖ എന്ന് പറയുന്നത്, സിറാത്തുൽ മുസ്തഖീം എന്ന് പറയുന്നത് വളരെ കൃത്യമായ രേഖയാണ്. ആ കൃത്യമായ രേഖയിലേക്ക് ആളുകളെ ക്ഷണിക്കാനും ആ മാർഗത്തിൽ ജീവിതം മാതൃകയായിട്ട് ജീവിക്കാനുമാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മളോട് ആവശ്യപ്പെട്ടിട്ടുള്ളത്. അതിനിടയിൽ നമ്മൾ ആൾക്കാരെ പറഞ്ഞു പറ്റിക്കരുത്. ഏതുപോലെയാണ്? നേരത്തെ പറഞ്ഞ അധ്യാപകനെ പോലെ, നിങ്ങൾ ക്ലാസ്സിൽ വന്നാലും ഇല്ലെങ്കിലും ജയിക്കും, നിങ്ങൾ പഠിച്ചാലും ഇല്ലെങ്കിലും ജയിക്കും, നിങ്ങൾക്ക് ഇഷ്ടമുള്ളതൊക്കെ എഴുതിയാലും ഇല്ലെങ്കിലും ജയിക്കും, ഈ പരീക്ഷയ്ക്ക് തന്നെ ഇരുന്നില്ലെങ്കിലും നിങ്ങൾ ജയിക്കും എന്നൊരാൾ പറഞ്ഞാൽ അത് ആ കുട്ടികളെ പറ്റിക്കലാണ്. ആ കുട്ടികളെങ്ങാനും അതെങ്ങാനും കേട്ടിട്ട് പരീക്ഷയ്ക്ക് പോയില്ലെങ്കിൽ അവരുടെ ഭാവി നാശമായി പോകും. ഇതുപോലെ പരലോകത്തെക്കുറിച്ച് നിങ്ങൾ എന്ത് വിശ്വസിച്ചാലും നിങ്ങൾക്ക് സ്വർഗം, നിങ്ങൾ എങ്ങനെ ജീവിച്ചാലും നിങ്ങൾക്ക് സ്വർഗം. അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞയച്ച ഈസാ അലൈഹിസ്സലാമിനെ ഞങ്ങൾ കൊന്നു എന്ന് പറയുന്ന ജൂതന്മാര് ആ പറയുന്നത് കേട്ടാലും അതും ശരി. അല്ല, ഈസാ അലൈഹിസ്സലാം കുരിശിൽ തറക്കപ്പെട്ടു എന്ന് ക്രൈസ്തവര് പറയുമ്പോൾ അതും ശരിയാണ്. ഇനി അല്ലാഹു തആല പറയാണ് അദ്ദേഹം ക്രൂശിക്കപ്പെട്ടിട്ടില്ല, വധിക്കപ്പെട്ടിട്ടില്ല, അതായാലും കുഴപ്പമില്ല. ഇങ്ങനെ ആളുകളെ പറഞ്ഞു പറ്റിക്കരുത്. ഇതൊരു പറ്റിക്കലാണ്. പറ്റിക്കുന്ന ആൾക്ക് ശിക്ഷ ഉണ്ടാവും, പറ്റിക്കപ്പെടുന്ന ആളുകൾ പഴിച്ചു പോകും. അങ്ങനെ പോകാതിരിക്കാൻ വേണ്ടി ജാഗ്രത കാണിക്കാനല്ലേ 5 നേരവും ദുആ ചെയ്യാൻ നമ്മളോട് പറഞ്ഞത്. 5 നേരത്തെ നമ്മുടെ പ്രാർത്ഥന ഇഹ്ദിനസ് സിറാത്തൽ മുസ്തഖീം, ആ നേരായ വഴിയിൽ ഞങ്ങളാക്കണേ. അതിൽ യാതൊരു സംശയവുമില്ല, അതിലൊരു തർക്കവുമില്ല, അതിൽ എന്തെങ്കിലും ഒരു സന്ദേഹത്തിന് വഴിയില്ല, അതിൽ അവ്യക്തതയുള്ള ഒരു ഭാഗവുമില്ല. എല്ലാം ക്ലിയറാണ്. സിറാത്തുൽ ലദീന അൻഅംത അലൈഹിം, അത് അനുഗ്രഹിക്കപ്പെട്ടവരുടെ വഴിയാണ്, അംബിയാ മുർസലീങ്ങളുടെ പാതയാണ്, സലഫ് സ്വാലിഹീങ്ങളുടെ വഴിയാണ്. അത് കൃത്യമായി രേഖപ്പെടുത്തപ്പെട്ടിട്ടുള്ളതാണ്. ഗൈറിൽ മഗ്ദൂബി അലൈഹിം വലദ്ദാലീൻ, കോപിക്കപ്പെട്ട ധാരാളം ആളുകൾ കഴിഞ്ഞു പോയിട്ടുണ്ട്. അള്ളാഹുവിന്റെ കിതാബിനെ വക്രീകരിച്ച ആളുകൾ, അതിൽ നിന്ന് ഇഷ്ടമുള്ളത് മാത്രം സ്വീകരിച്ച ആളുകൾ, അതിന് പ്രത്യേക കോലം ഉണ്ടാക്കിയിട്ടുള്ള ആളുകൾ, വലദ്ദാലീൻ, അതുപോലെ പിഴച്ചു പോയിട്ടുള്ള ധാരാളം ആളുകളുണ്ട്. അങ്ങനെ കോപിക്കപ്പെട്ടവരുടെയോ പിഴച്ചുപോയവരുടെയോ കൂട്ടത്തിലല്ല പടച്ചോനെ ഞങ്ങൾക്ക് സിറാത്തുൽ മുസ്തഖീം നൽകണമേ എന്ന് പ്രാർത്ഥിക്കുകയാണ് നമ്മൾ 5 നേരവും ചെയ്തുകൊണ്ടിരിക്കുന്നത്. അങ്ങനെ പ്രാർത്ഥിക്കുന്ന ഒരാളെ കയ്യിലൊന്നുമില്ലാതെ മടക്കി അയക്കുകയല്ല ഖുർആൻ ചെയ്യുന്നത്. അലിഫ് ലാം മീം ദാലികൽ കിതാബു ലാ റൈബ ഫീഹി ഹുദൻ ലിൽ മുത്തഖീൻ. നോക്കൂ നിങ്ങൾ, അങ്ങനെ ഇഹ്ദിനസ് സിറാത്തുൽ മുസ്തഖീം, നേരായ വഴി തേടുന്ന ആളുകൾക്ക് അവരോട് നിങ്ങൾക്ക് ഇഷ്ടമുള്ള വഴി നിങ്ങൾ ആലോചിച്ച് കണ്ടെത്തിക്കോളൂ എന്ന് പറയുകയില്ല. 6236 ആയത്തുള്ള ഒരു കിതാബ് മുന്നിൽ വെച്ചിട്ട് പറയാണ് ലാ റൈബ ഫീഹി, ഒരു സംശയവും ഇതിലില്ല, നിങ്ങൾക്കുള്ള ഹുദയാണിത്, സന്മാർഗമാണിത്. ഇത് വളരെ കൃത്യമായിട്ട് പഠിപ്പിച്ചു കൊടുക്കുകയാണ്. ഇത് ഇന്നലെയുടെ സത്യമാണ്, ഇന്നിന്റെ സത്യമാണ്, നാളെയുടെ സത്യമാണ്. കാരണം അള്ളാഹു സത്യം ചെയ്തത് കാലം കൊണ്ടാണ്. വൽ അസ്ർ, കാലമാണ് സത്യം. ഇന്നൽ ഇൻസാന ലഫീ ഖുസ്ർ. നിങ്ങൾ മുസ്ലിം സമുദായത്തിലോ ഹൈന്ദവ സമുദായത്തിലോ ക്രൈസ്തവ സമുദായത്തിലോ, നിങ്ങൾ ഏത് ജാതിയിലോ മതത്തിലോ സമുദായത്തിലോ രാജ്യത്തോ പിറന്നവരാകട്ടെ, ഇന്നൽ ഇൻസാന ലഫീ ഖുസ്ർ, എല്ലാ മനുഷ്യരും നഷ്ടത്തിലാണ്, അവർ നഷ്ടത്തിലാണ്
ഇല്ലല്ലദീന ആമനു. ഇല്ലല്ലദീന ആമനു, നിങ്ങൾ ഏത് സമുദായത്തിലോ ജാതിയിലോ നാട്ടിലോ പിറന്നവരാകട്ടെ, നിങ്ങൾ നഷ്ടത്തിലാണ്. ഇല്ലല്ലദീന ആമനു, അങ്ങനെ പിറന്നവരിൽ നിന്ന് വിശ്വസിച്ചവരൊഴികെ, വഅമിലു സ്വാലിഹാത്ത്, സൽക്കർമ്മങ്ങൾ ചെയ്തവരൊഴികെ, വതവാസൗ ബിൽ ഹഖ് വതവാസൗ ബിസ്സബ്ർ, സത്യം കൊണ്ടും സബ്ർ കൊണ്ടും പരസ്പരം ഉപദേശിക്കുകയും ചെയ്തവരൊഴികെ. അപ്പൊ തെക്കോട്ട് പോയാലും വടക്കോട്ട് പോയാലും ഒരിടത്തെത്തൂല. ഏകദൈവത്വവും ത്രിയേകത്വവും ബഹുദൈവത്വവും അവിശ്വാസവും ഒരേ പരിണിതി അല്ല. നിങ്ങളുടെ കയ്യിൽ എത്ര ചരക്കുകൾ അത് മുന്തിയ ഇനമുള്ളതാവട്ടെ, യാത്രാരേഖകളുടെ അഭാവത്തിൽ നിങ്ങൾക്ക് യാത്ര മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയില്ല, ലക്ഷ്യത്തിലെത്താൻ സാധ്യമല്ല. അതുകൊണ്ട് അള്ളാഹുവിന്റെ മാർഗത്തിൽ വിശ്വസിക്കുകയും സൽക്കർമ്മങ്ങൾ ചെയ്യുകയും, എന്നാൽ അങ്ങനെ വിശ്വസിക്കാത്ത ഒട്ടനേകം ആളുകൾ ചുറ്റുപാടുകളിലും ഉണ്ടാവട്ടെ, അത് അള്ളാഹു നൽകിയ സ്വാതന്ത്ര്യമാണ്. വിശ്വസിക്കാനും വിശ്വസിക്കാതിരിക്കാനുമുള്ള സ്വാതന്ത്ര്യം 1947 ആഗസ്റ്റ് 15 മുതലുള്ളതല്ല. അങ്ങനെയുള്ള സ്വാതന്ത്ര്യത്തെ ഒരു കൂട്ടർ തടഞ്ഞു വെച്ചപ്പോൾ, ആ തടഞ്ഞു വെച്ച സ്വാതന്ത്ര്യത്തെ തിരികെ കിട്ടാൻ വേണ്ടിയിട്ട് മുഅ്മിനീങ്ങൾ ഉൾപ്പെടെ ചെയ്ത പ്രവർത്തനത്തിന്റെ പേരാണ് സ്വാതന്ത്ര്യ സമരം. അതുകൊണ്ടാണ് സ്വാതന്ത്ര്യ സമര പോരാളികളിൽ മുഅ്മിനീങ്ങൾ അവരുടെ ഈമാനിൽ നിന്ന് പ്രചോദനം ഉൾക്കൊണ്ടുകൊണ്ട് ആ പോരാട്ടം നടത്തിയത്. പോരാടിയ പല ആളുകളുണ്ട് ഈമാനിൽ നിന്ന് പ്രചോദനം ഉൾക്കൊണ്ടത്. എന്തുകൊണ്ടാണ്? അള്ളാഹു നൽകി ഈ സ്വാതന്ത്ര്യത്തെ തിരിച്ചു പിടിക്കാൻ വേണ്ടിയിട്ടാണ് അവർ സമരം ചെയ്തത് എന്നതുകൊണ്ടാണ്. അതുകൊണ്ട് ഇഷ്ടമുള്ളവർക്ക് വിശ്വസിക്കാം, അല്ലാത്തവർക്ക് വിശ്വസിക്കാതിരിക്കാം. അവരോട് നമുക്ക് നല്ല സൗഹൃദമാണ്, അവരുമായിട്ട് നമ്മൾ എല്ലാ അർത്ഥത്തിലും സഹവർത്തിക്കും, എല്ലാ അർത്ഥത്തിലും അവരുമായിട്ട് അവരുടെ ആഘോഷങ്ങളിലോ അവരുടെ സന്തോഷങ്ങളിലോ നമ്മൾ പങ്കുചേരും. അതിലൊന്നും ഒരു തർക്കവുമില്ല. പക്ഷേ നമ്മളുള്ളത് സന്മാർഗത്തിലാണ്. അതിൽ നിന്ന് തെറ്റിക്കുന്ന, അതിൽ നിന്ന് വ്യതിചലിക്കപ്പെടുന്ന, ഈമാനിന് കേടുപറ്റുന്ന, നമ്മുടെ വിശ്വാസത്തിന് തകരാറ് സംഭവിക്കുന്ന വിഷയത്തിൽ നമ്മൾ കൃത്യമായ ജാഗ്രത പുലർത്തുകയും ചെയ്യും. ഇതാണ് സത്യസന്ധമായ നിലപാട്. അങ്ങനെയുള്ളവരോടാണ് വഅദല്ലാഹുൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത്. സകല മനുഷ്യന്മാർക്ക് സ്വർഗ്ഗമുണ്ടെന്ന് ഖുർആൻ പറഞ്ഞിട്ടില്ല. ഞാൻ ഓതി വെച്ച സൂറത്ത് തൗബയിൽ ആയത്ത് ഒരിക്കൽ കൂടി ഞാൻ പറയാണ്. വഅദല്ലാഹുൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത്, മുഅ്മിനീങ്ങൾക്ക്, വിശ്വാസികൾക്ക്, വിശ്വാസിനികൾക്ക് അള്ളാഹു ചെയ്തിട്ടുള്ള വഅദയാണ് സ്വർഗം. അള്ളാഹു നമുക്കെല്ലാവർക്കും സ്വർഗത്തിലെ ഉന്നത സ്ഥാനം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ.